ഓപ്പണായിട്ട് പറയാം, ആർക്കും കുത്തേണ്ട കാര്യമില്ല. മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എല്ലാ മതവിഭാഗത്തെ പറ്റി എനിക്ക് അണ്ണന്മാരുടെ അടുത്തൊന്നും പറയാനില്ല. അണ്ണന്മാർ തന്ത വൈബെന്ന് വിളിക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു. മറ്റുള്ളവരുടെ ഇതിൽ നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. ഇനി അതിലേക്ക് എത്തുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ചാൻസ് വളരെ കുറവാണ്. അച്ഛനോട് റെസ്പെക്ട് ഇല്ലെന്നാ? അച്ഛനോട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ പോലും അച്ഛനൊരു കൂട്ടുകാരനെ പോലെയാണ്. അവൻ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അവൻ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അവനാണ് വീടൊക്കെ തിരിച്ചു പിടിച്ചത്. മാർക്ക് കിട്ടിയാലേ സൊസൈറ്റിയിൽ വിലയുള്ളൂ, അങ്ങനെയാണോ? ഒരാൾ സംസാരിക്കുന്ന രീതി, ഒരാൾ ഇടപഴകുന്ന രീതി. തന്ത വൈബ് എന്ന് പറയുന്നതിന് കുറ്റമുണ്ടോ? കഴിഞ്ഞ തവണ ഞാൻ ഏതോ ഒരു അബദ്ധം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മാസമാണ് ഏറെ നിന്നത്. മുടിയനെ വിളിച്ചൊരു പ്രാങ്ക് കൊടുത്താലോ? പ്രാങ്കാ? ഇതിനകത്ത് എന്ത് ട്രാപ്പ്? അവൻ ട്രാപ്പിലായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ഒറ്റയായിട്ടുള്ള ഹണിമൂൺ പോയപ്പോ ഞാൻ പോയിട്ടില്ല. അമ്മച്ചിയാണ് ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് അവിടെ കറങ്ങി പോയി, ഹാർട്ട് ബീറ്റ് കൂടിയിട്ട്. എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തീർന്നു, കത്തം പോകയാ. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു 1 2 ടോക്സ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടി താരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിപ്പോ ആരാ 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 നമ്മുടെ സ്വന്തം കേശു ആണ്. കേശുവിന്റെ ഉമ്മായാണ് കൂടെ ഉള്ളത്. സോറി, അമ്മയെന്നാണല്ലേ വിളിക്കുന്നത്? അമ്മ. ആ, ഓക്കെ. പറഞ്ഞാലും കുഴപ്പമില്ല. ആ, അത് ഭയങ്കര വിവാദങ്ങൾ സൃഷ്ടിച്ചോണ്ട് ഞാൻ അമ്മ വിളിക്കുന്നു വിവാദം. അല്ല, കമന്റ്സ് കണ്ടതാണ്, ഉമ്മാന്ന് വിളിക്കുന്നില്ല അമ്മാന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ എങ്ങനെയാ ശരിക്കും ഈ കമന്റ്സിനെയൊക്കെ ഏറ്റെടുത്തോണ്ടിരിക്കുന്നത്? ഞാൻ ചിരിച്ചിട്ട് നേരെ, എനിക്ക് അന്ന് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ നേരെ അങ്ങനെ പോയി. ഞാൻ പോയിട്ട് തിരിച്ച് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മയോട് പറയുന്നത്, എടാ അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ചെറിയൊരു മറുപടി ഇട്ടിട്ടുണ്ട്, നിനക്ക് ഞാൻ വാട്സപ്പ് അയച്ചായിരുന്നു, കണ്ടോ? കണ്ടില്ലേ? ഇല്ല. വായിലെടുത്ത് ഞാൻ എടുത്ത് വായിച്ചപ്പോൾ സൂപ്പർ, എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനം തന്നെ കറക്റ്റ് അമ്മ ഇട്ടിട്ടുണ്ടെന്ന്. നമസ്കാരം. പിന്നെ മോൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെ, വേറെ ആരെയും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ FB ഫേസ്ബുക്കിലാണ് ഞങ്ങളൊരു ഫോട്ടോ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന്, എൻ്റെ ഫ്രണ്ട്സാണ്, അവൻ്റെ ഫ്രണ്ട്സ് എന്നത് ആരുമില്ല. കാരണം എല്ലാം ഏജിലായിട്ടുള്ളവരായിരുന്നു. ഒരാളോ 2 പേരേ ഉള്ളൂ. അവൻ്റെ ഏജ് എന്ന് അടുത്തെങ്കിലും പറയാൻ പറ്റും. എല്ലാം മൂത്തവര്. പിന്നെ അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേന് അതിനടിയിൽ വന്ന സമ്മ എന്ന് പറഞ്ഞ SMH സമ്മ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് കമൻ്റ് ഇട്ടത്. അതായത് അമ്മ എന്ന് വിളിക്കുന്നു എന്നുള്ളത്. അത് അയാളുടെ പേര് കേട്ടാൽ തന്നെ അറിയാം, പേര് മാത്രമായിരിക്കാം, മുസ്ലിം എന്നുള്ളൊരു പേരായിരിക്കാം സമ്മ. പുള്ളി മുസ്ലിം അല്ല, ഒരു മുസ്ലിം വിഭാഗത്തിൽ പെട്ടൊരു വ്യക്തിയായിരുന്നു എങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു കമന്റ് ഇടില്ലായിരുന്നു. അവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ അതാണ്. അപ്പോൾ പിന്നെ എനിക്കതിന് മറുപടി കൊടുക്കണമെന്ന് തോന്നി. അൽ എന്ന പേര് കേട്ടിട്ട് ആർക്കും, ഞാൻ പറയാം ഓപ്പണായിട്ട് പറയാം, ആർക്കും കുത്തേണ്ട കാര്യമില്ല. മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എല്ലാ മതവിഭാഗത്തെ പറ്റി എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലായിടത്തും പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു കമൻ്റ് ഇടേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം വിഭാഗത്തിലെ റാവുത്തർമാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ പത്തനംതിട്ട, കൊല്ലം ഭാഗങ്ങളിലെല്ലാം അമ്മ അത്ത എന്നാണ് വിളിക്കുന്നത്. ബിഗ് ബോസിലെ ജാസ്മിൻ അത്ത എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, അതെന്താ അത്ത എന്ന് വിളിക്കുന്നത്? അതായത് അമ്മ അത്ത എന്ന വിഭാഗമാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആ അമ്മ അല്ല ഉമ്മ എന്ന് വിളിച്ചില്ല എന്ന കമൻറ്റ് ഞാൻ മറുപടി കൊടുത്തില്ല. പക്ഷെ അതിനകത്ത് അവൻ ടോട്ടലി എഴുതിയൊരു കമൻ്റ് ഉണ്ടായിരുന്നു. എന്താണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ, ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കണ്ട ഗതികേട് ഞാൻ പറയണില്ല. അത് അതിനകത്ത് അണ്ണൻ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ 4 പേര്, ഒരാള് അമ്മയുടെ പ്രായം, അത് അമ്മയെക്കാൾ മൂത്തി അല്ല എന്നെക്കാട്ടി ഇളയത്, 2 വയസ്സിനെങ്ങാണ്ട് ഇളയത് എന്റെ ഫ്രണ്ടാണ്. വേറൊരാള് അതേ ഫ്രണ്ടിന്റെ മകളാണ്, ചേച്ചി, അത് അവള് ഡിഗ്രിക്ക് പഠിക്കുന്നേ. പിന്നുള്ളത് അവിടെ നമ്മുടെ വേറെ 2 ചേച്ചിമാര്, അത് 28-30 വയസ്സുള്ളവരാണ്. അവർക്ക് പിള്ളേരും ഉണ്ട്. എല്ലാരും മാരീഡും കുട്ടികളായവരുമാണ്. അവരെ വെച്ചിട്ടാണ് ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യാൻ പോയിരിക്കുന്നു എന്ന് അവൻ കമന്റ് ഇട്ടത്. അപ്പൊ പിന്നെ ഞാനിപ്പോൾ അവൻ എന്ത് ചെയ്യണം, മറുപടി കൊടുക്കണം. അപ്പം ഞാനവനൊരു മറുപടി കൊടുത്തു. ഞാൻ ഇത്ര കൊടുത്തുള്ളൂ, 25 വയസ്സായിട്ട് നീയൊക്കെ അപ്പൻ്റെ അമ്മയുടെ ചിലവിലല്ലേ കഴിയുന്നേ,
അപ്പൊ പിന്നെ നിനക്ക് ശരിയല്ലേ? കറക്റ്റ്. ഇപ്പോഴത്തെ കുട്ടികള് മൊബൈല് അവർ പറയും 1.5 ലക്ഷം രൂപയ്ക്ക് ഐഫോൺ വേണമെന്ന് പറയും. പക്ഷെ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ്, അല്ലെ എന്ത് ഇതിലാണ് അവർ അച്ഛനോടും അമ്മയോടും അങ്ങനെ അത്രയും വില കൂടിയ ഫോൺ ചോദിച്ചു? ഓക്കെ, പഠിക്കുന്നതിനും ആവശ്യങ്ങൾക്ക് കോൾ ചെയ്യുന്നതിനും ഒക്കെ ചോദിച്ചു. പക്ഷെ ഈ കുട്ടികൾ 1.5 ലക്ഷം രൂപയുടെ ഫോൺ തന്നെ വേണമെന്ന് എത്ര വലിയ കോടീശ്വരൻ മാതാപിതാക്കളായാലും എന്താണ് ആവശ്യപ്പെടുന്നത്? സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാകും. എത്രയോ കുഞ്ഞു കുട്ടികൾ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവരാണെങ്കിൽ അവൻ പേപ്പർ വിറ്റിട്ട് കാശുണ്ടാക്കും, അല്ലെ എവിടെയെങ്കിലും ഒരിടത്ത് സെയിൽസ്മാനായിട്ട് ജോലിക്ക് പോയിട്ട് കാശുണ്ടാക്കും, ഷോറൂമുകളിൽ പണിക്ക് പോയിട്ട് കാശുണ്ടാക്കും. എന്നിട്ട് നീ ഒരെണ്ണം വാങ്ങുക. ഈ മൊബൈൽ റീചാർജ് ചെയ്യണേ ആര് കൊടുക്കണം? വീട്ടുകാർ കൊടുക്കണം. അവനാണ് 9ാമത്തെ വയസ്സിൽ ഒരു വീടിൻ്റെ ജപ്തി ഒഴിവാക്കി ആ ഭാരം മുഴുവൻ തലയിലേറ്റിയ ഒരാളിനോടാണ് അതിന് താഴെ ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു, എന്താ എവറസ്റ്റ് കയറി വന്നവനോടാണോ എന്താ കുന്നു കയറിയതിൻ്റെ കഥ പറയുന്നത്. വേറെ കമന്റ്സ് വരുന്നത് കാണുന്നുണ്ടോ? ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുന്നത് വയസ്സായി പോയി, അതെനിക്ക് ഓൾറെഡി ഉള്ള തന്ത വൈബ്. ഉമ്മക്കത് എന്താ ശരിക്കും അങ്ങനെ തന്ത വൈബ് പറയുമ്പോ എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവാറില്ല, എനിക്ക് അഭിമാനമാണ്. കാരണം അവനെ ഒരു, അതായത് ഒരു വീട്ടിലെ ഗൃഹനാഥന്റെ സ്ഥാനത്തേക്കാണല്ലോ കാണുന്നത്. അത് തന്നെയാണ് അവൻ. ഈവൻ വീട്ടില് പറഞ്ഞ വ്യക്തികൾ അവരോട് നാളെ വീട്ടിൽ അരി ഉണ്ടോടാന്ന് ചോദിച്ചാൽ അവൻ ഇല്ലെന്നേ പറയൂ, അല്ലെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലാന്നേ പറയുള്ളൂ, അല്ലെ? ചോദിച്ചിട്ട് പറയാന്നേലും പറയും, അല്ലെ പറഞ്ഞ് ചോദിച്ചിട്ട് പറയാന്ന് പറയും, അല്ലെ ആന്ന് പറയും, അല്ലെ? പക്ഷെ എന്റെ മോനോട് നാളെ എന്റെ വീട്ടിൽ അരി ഉണ്ടോടാന്ന് ചോദിച്ചാൽ അവൻ കൃത്യമായിട്ട് ഉത്തരം പറയും. അപ്പൊ അവന് തന്ത വൈബ് അല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലെ 2 ദിവസത്തേക്ക് കൂടെ ഉണ്ടെന്ന് പറയാം, അല്ലെ ഒരാഴ്ചത്തേക്ക് ഉണ്ടെന്ന് പറയാം, അല്ലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയെന്ന് പറയും. ഏതെങ്കിലും ഒരു ആൻസർ അവൻ പറയും. പക്ഷെ ആ പറയുന്നവൻ എന്തായാലും ഉറപ്പായിരിക്കും. അതിന് തന്ത വൈബ് എന്ന് പറയുന്നതിനോട് എനിക്കൊരു വിഷമവും ഇല്ല. കാരണം അവന് പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റി ഉണ്ട് എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട് അവൻ കുറച്ച് മെച്യൂർ ആവട്ടെ, എനിക്ക് നല്ലതല്ലേ. എന്താ കേശവന് ഇങ്ങനെയുള്ളവരടുത്ത് ഒരു റിപ്ലൈ പോലെ പറയാനുള്ളത്? എനിക്ക് അണ്ണന്മാരുടെ അടുത്തൊന്നും പറയാനില്ല. അണ്ണന്മാര് തന്ത വൈബെന്ന് വിളിക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു. അല്ലേലും ഞാൻ അങ്ങനെയാണ്. കുറച്ച് എനിക്ക് നമ്മുടെ ഈ പിള്ളേരെ പോലെ ന്യൂ ജനറേഷൻ ആണ്. പക്ഷേ അതേപോലെ യോയോ ആ ഒരു സെറ്റപ്പ് എന്നോട് പറ്റില്ല. ഇപ്പം കുറെ ചേട്ടന്മാരായാലും എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ, എന്നെക്കാൾ ഇളയ പിള്ളേർ ഈ നിക്കറിടും, ട്രൗസേഴ്സ് ഇടും. പക്ഷെ ഞാൻ ഇടില്ല, എനിക്കത് ഇഷ്ടമല്ല. അങ്ങനല്ല, നോർമലായിട്ട് ട്രൗസർ ബെർമുഡ അങ്ങനത്തെ സാധനം ഞാൻ ഇടില്ല. പണ്ട് ചെറുതിലിടുമായിരുന്നു, പിന്നെ ഞാൻ ഇട്ടില്ല. എപ്പോഴും പാന്റ്. ചെറുതിലെന്ന് വെച്ചാൽ ഒരു 13 വയസ്സ് 14 വയസ്സിന് ശേഷം എന്നോട് പറയാം എനിക്ക് മുട്ട് വരെ ഉള്ളതിന് മുട്ട് വരെ ഉള്ളതല്ല താഴോട്ടുള്ളത് വേണം, മുട്ട് വരെ ഉള്ളത് വേണ്ടെന്ന് പറഞ്ഞു. മിനിമം 3/4. ഇപ്പൊ 3/4 ക്യാൻസലായി. ഇപ്പൊ പാന്റ്. എന്നോട് സെറ്റിലുള്ള നമ്മുടെ അഫ്സലിക്ക ഡയറക്ടർ അല്ലെങ്കിൽ കൃപാന്തളയൻ നമ്മുടെ അസോസിയേറ്റ് ചോദിക്കണ, നീ ഷോർട്സ് മാറ്റിപ്പിടി. അല്ലേ വേണ്ട, ഒരു സുഖമില്ല. അപ്പൊ നീ മുണ്ടെടുക്കുമ്പോഴോ എന്തിനാ? ഞാൻ എപ്പോഴും പറയും ഷോപ്പിംഗ് 2 ഷോർട്സ് എടുത്തോ, പക്ഷെ ഞാൻ ഇടൂലെന്ന് പറയും. ഇവിടെ ഇരുന്ന് എല്ലാം ഓരോരുത്തർക്ക് കൊടുക്കുമായിരുന്നു ഞാൻ ലാസ്റ്റ്. നല്ല ഷോർട്സ് ഞാൻ ഇടില്ല, എനിക്ക് പറ്റില്ല. അത് അപ്പൊ അതേപോലുള്ള കുറെ കാര്യങ്ങളില് എന്താ പറയുന്നത്, ഞാൻ അത്ര ന്യൂ ജനറേഷൻ അല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചില കുറെ കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ അല്ല. എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് ന്യൂ ജനറേഷൻ? ഒരു ഡെഫിനിഷൻ പറയും. നിങ്ങളൊക്കെ ആ വിഭാഗമല്ലേ? ഞങ്ങള് അല്ല, ന്യൂ ജനറേഷൻ ഇവര് പ്രോഗ്രസീവ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയാ, അതായത് ഈ എഴുതുന്നവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ജീവിക്കുക. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഐഫോൺ, പിന്നെ പാന്റ് ഇട്ടാല് ഫുൾ അവിടെ എവിടെയും സ്ക്രാച്ച് ആയിരിക്കണം. പിന്നെ ഷർട്ട് ആണെങ്കിൽ പകുതി ഭാഗമേ കാണാവൂ, ബാക്കി പകുതി മുഴുവൻ നമ്മൾ കാണിച്ചിരിക്കണം. പിന്നെ മുടിയാണെങ്കിൽ ഫുള്ള് എന്ത് ചെയ്യണം, സെൻട്രി മാത്രമേ മുടി കാണാവൂ. ഇതാണോ ന്യൂ ജനറേഷൻ? പിന്നെ കാതില് ഫുള്ള് കടുക്കനിടണം. ഇതൊക്കെയാണോ ന്യൂ ജനറേഷൻ? എനിക്കറിയില്ല ഉദ്ദേശിക്കുന്നത് തോന്നുന്നു അതായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക്
സിമ്പിൾ. അത് പേഴ്സണലി അങ്ങനത്തെ ആള് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഫാഷൻ ആകാം, നമ്മുടെ ക്ലാസിക് ആ ഒരു സാധനം നമുക്ക് ഇഷ്ടമാണ്. അമിതമാകുമ്പോഴാണ് അവിടെ അതോ രാത്രി കറങ്ങി നടക്കുന്നതാണോ ന്യൂ ജനറേഷൻ എന്ന് എനിക്കറിയില്ല. ഇവൻ ഒറ്റയ്ക്ക് പുറത്തു പോകാറുണ്ടോ? പോവുമല്ലോ. ഇവിടെ പാല് മേടിക്കാൻ പോവും, പിന്നെ അരി മേടിക്കാൻ പോവും, ഇടയ്ക്ക് ചുരിദാർ തയ്ക്കാൻ കൊടുത്തപ്പോ ചുരിദാർ മേടിക്കാൻ പോവും, അതിനൊക്കെ പോകുള്ളൂ. അല്ലാതെ ഫ്രണ്ട്സിന്റെ ഇവിടെ ഉമ്മ ഇല്ലാണ്ട് ഫ്രണ്ട്സ് ഇല്ല. ഞാൻ ആകെപ്പാടെ സംസാരിക്കുന്ന 3-4 പേരുണ്ട്. ഒന്ന് ഞങ്ങളുടെ ക്ലാസ്സിലല്ല, ഞങ്ങളുടെ അതായത് എനിക്ക് നമ്മുടെ +1 സീറ്റ് മേടിച്ചു തന്ന ഒരു ടീച്ചർ, മിനി ടീച്ചറിന്റെ മോള് മേഘാമറിയ, അവളോട് ഒരുമിച്ച് പഠിച്ചതാണ്. ഇപ്പൊ അവള് സയൻസ് ബാച്ച്. പിന്നെ വേറൊരെണ്ണം അവനും സയൻസ് ബാച്ചിലെ അഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് അവനും, പിന്നെ അഗസ്റ്റിൻ തന്നെയല്ലേ പേര്? അതെ. പിന്നെ ഐസൻ, ഞങ്ങളുടെ ക്ലാസ് ഓഫ് ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പിലുള്ള അവൻ. പിന്നെ ബാക്കിയുള്ള എല്ലാം എന്റെ സെറ്റിലുള്ള എന്റെ അപ്പച്ചന്മാരാണ് എന്റെ ഫ്രണ്ട്സ്. അപ്പച്ചന്മാരല്ല, കുറച്ച് ഏട്ടന്മാരുണ്ട്. അവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയാനെങ്കിലും പറ്റുന്നത്. ജസ്റ്റ് സംസാരിക്കുന്നവരെന്നെങ്കിലും പറയാം, അല്ലാതെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും പറയാൻ. അല്ലാതെ എല്ലായിടത്തും ഉമ്മന്റെ കൂടെ തന്നെയാണ്. എന്റെ കൂടെ പോകണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പിടിക്കാറില്ല. ഞാൻ ഫുൾ ഫ്രീ കൊടുത്തേക്കുന്നേ. അവന്റെ കംഫർട്ടബിലിറ്റി ഞാൻ പറയും, അവരാരെങ്കിലും സിനിമയ്ക്ക് പോകുന്നുണ്ട് അവരുടെ കൂടെ മോനെ പോയിക്കോ, അമ്മ വന്നാൽ ഞാൻ പോവാം. ഇത്രയും കാലം 10th 10ാം ക്ലാസ്സില് സ്കൂളിൽ നിന്ന് ടൂർ പോയി. നമ്മളെല്ലാം എന്ത് പറയും, ഞാനും പോട്ടെ, ഞാൻ പറഞ്ഞു പോക്കോ. ഞാൻ അതിനും പറഞ്ഞാ 10ാം ക്ലാസ് ആണ്, ഇനി നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോവാ. +1 +2 വേറെ സ്കൂളാ. ഇനി നിങ്ങൾ അമ്മ എവിടെ വെച്ച് കാണുമോ എങ്ങനെ കാണുമെന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് നിനക്ക്. അപ്പം നീ ഈ ലാസ്റ്റാ, നീ ഇതിന് പൊയ്ക്കോ. ഇതുവരെ നീ ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടില്ല. സ്ഥലമൊക്കെ പോകുന്നുണ്ട്, ശരിയാ, ഞാൻ പോവാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അമ്മ വരണം. എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചു, ഞാൻ വരാനോ? നിനക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടെ? അത് ശരിയാവത്തില്ല, അമ്മ വന്നാലും ശരിയാവത്തില്ല. അവസാനം ഇവിടെ സംഭവം ഒരു ഗുണം ഉണ്ടായി, വീഗാലാൻഡ് ആയിരുന്നു. ഞാൻ ഇവിടെ അങ്ങോട്ടേ കയറിയാൽ മതിയായിരുന്നു. വേറൊരു കോമഡി, ഞാൻ വെറുതെ ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി അവിടെ പോയിരുന്നു. ഈ റൈഡിലൊന്നും ഞാൻ കയറൂലല്ലോ, 1-2 കയറുന്നുള്ളൂ. ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അവിടെ ഇരുന്നു. ഇവൻ കുട്ടികളുടെ കൂടെ കളിച്ചിട്ട് തിരിച്ചെന്റെ കൂടെ പോന്നു. പക്ഷെ വേറൊരു സംഭവം അവിടെ ഉണ്ടായി, ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ടീച്ചേഴ്സ് പാവം പിടിച്ചവർ എയറിലായിരുന്നു. സ്കൂൾ നമ്മളെ ഹാൻഡിൽ ചെയ്യണമെങ്കിലേ, അതായത് ഇപ്പൊ നമ്മള് ചെല്ലുമ്പോ പിള്ളേർ നമ്മളെ നോർമൽ അവരുടെ സന്തോഷത്തിന് ഫോട്ടോ എടുക്കാൻ വരും, അപ്പൊ സ്കൂൾ ബസ് നിറയെ വേറെ സ്കൂളിൽ നിന്ന് കുട്ടികളുണ്ട്, പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ആകുമ്പോ നമ്മുടെ പിള്ളേർക്ക് കളിക്കാനും പറ്റാതാവും, എന്നെ സേഫ് ചെയ്ത് നിർത്തുമ്പോ നമ്മുടെ ആൾക്കാർക്ക് മൂവ് ചെയ്യാനും പറ്റാതാവും. അങ്ങനെ ഒരു വിഷയം കൂടെ വരും. അങ്ങനെ ഒരുപാട് പ്രൈവസി ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പ്രൈവസി ഇഷ്യൂസ് പക്ഷെ നമുക്കൊരു സന്തോഷമാണ്, എന്നാലും ചില അവസരങ്ങൾ മാത്രം. അത് ഈ പാർക്കില് അപ്പൊ അറിവായി ആ ഒരു പ്രായത്തിൽ മാത്രമേ ഉള്ളൂ ഇയാള് പാർക്കില്, വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. ഇവിടെ തന്നെ നമ്മളുള്ളപ്പോ ഇയാളും ശിവാനിയും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. രണ്ടുപേരും ലാസ്റ്റിൽ കരഞ്ഞോണ്ട് വന്നിട്ടുണ്ട്. ഒന്നിനും കേറാൻ പറ്റില്ല. നമ്മള് പോയിട്ടേ ഇങ്ങനെ കണ്ടിട്ട് അതായത് അപ്പുറത്തേക്ക് കണ്ടിട്ട് എന്തിനാ തിരുവനന്തപുരം സൂയില്. അമ്മേ, സൂയി ഞാൻ പോയിട്ട് 5-6 വർഷമായി. സീരിയസ് ആയിട്ട് ഞാൻ 3 തവണ സൂവിന്റെ വാതിക്കെ ഡോറ് തുറന്ന് ഇറങ്ങി ഭയങ്കര കാലെടുത്ത് അകത്ത് വെച്ച്. എൻട്രൻസിലോട്ട് പോകുമ്പോ എല്ലാവരോടും ഓടിക്കും. 1/2 മണിക്കൂർ അവിടെ തന്നെ നിന്ന്. ഇനി അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ അതേപോലെ ശരിയേട്ടാ അപ്പൊ എല്ലാവർക്കും ബായ്. കുറെ പേര് ഫോട്ടോ എടുത്തു. അവര് സൂയി വന്നാ മുതലായി, വാ പോവാ സൂയി കയറണത്, അവരെല്ലാവരും എൻ്റെ കൂടെ ഇറങ്ങി. അങ്ങനെ ഇപ്പം ഒരുപാട് ഈ പറഞ്ഞ പോലെ തീരെ കുഞ്ഞിലെ വന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ സെലിബ്രിറ്റീസിനൊക്കെ നമ്മുടെ മനസ്സിനൊരു നമ്മളോട് ആലോചിക്കണം, എത്രയോ കുട്ടികൾ അവിടെ വരുന്നു. അപ്പൊ അതൊരു ഭാഗ്യമല്ലേ, അവരെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരോടൊപ്പം ചെന്ന് നിന്ന് ഒന്ന് തൊടാനും മിണ്ടാനും ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അതൊരു വലിയ സന്തോഷമുള്ളു. ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും കൊടുക്കൂല. ഒരു സൈഡിൽ നഷ്ടം സഹിച്ചാലേ ഇങ്ങേ സൈഡിൽ ലാഭം കിട്ടും. എന്നാലേ ത്രാസ് തുലനം ചെയ്ത് പോകുള്ളൂ. എൻജോയ് ചെയ്യാറുണ്ടോ ഇതൊക്കെ? പിന്നെ അതൊക്കെ പറയാനുണ്ട്. ഇങ്ങനെ ഇപ്പം ഇനിയിപ്പോ നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആരും വന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ലെങ്കിൽ വിഷമം വരും. പിന്നെ ഉറപ്പായിട്ട് വിഷമമൊന്നോ കിളിയും കിളി കൂടും പറഞ്ഞു പോകില്ലേ. നമ്മളിങ്ങനെ പെട്ടെന്നേ എന്താ പറഞ്ഞു എവിടുന്നോ ഒരു ഭയങ്കര ഒരു പ്രഷർ ഇങ്ങനെ നിൽക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ.
ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ഈ ഉപ്പുമുളകും കാണുമ്പോൾ എപ്പോഴും ഇപ്പം എന്റെ കൂടി അടുത്തിരിക്കുന്നവരടുത്ത് പറയുന്ന ഒരു കാര്യം, ഈ പിള്ളേരുടെയൊക്കെ ഒരു ഭാഗ്യം നോക്കി, ഇവർക്ക് എത്ര വലുതായാലും ഇവിടെ ചെറുതിലത്തേക്ക് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റും. അതൊരു സത്യം കേട്ടോ, അല്ലേ? 101%. നീ അങ്ങനെ പഴയ സിനിമകള് ഈ വരുമ്പോഴേ ടി വിയിൽ വരത്തില്ലേ, അപ്പൊ ഞാൻ പറയും ഇവരുടെയൊക്കെ വൈഫുമാർക്ക് ഭാര്യമാർക്ക് എന്ത് സന്തോഷമായിരിക്കും. പലപ്പോഴും സുകുമാരൻ ചേട്ടൻ്റെയൊക്കെ ഫിലിം വരും, അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കും ഈ പൃഥ്വിരാജിനെ ഇന്ദ്രിയത്തിനതുപോലെ മല്ലിക ചേച്ചിക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും ഇത് കാണുമ്പോൾ. കാരണം പുള്ളി ജീവനോടെ ആ ഒരു മൂവ്മെൻറ്റ്സ് ആണ് കാണുന്നത്, ഭയങ്കര സന്തോഷമല്ലേ. അൽസുവിൻ്റെ ചെറുപ്പം കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഓ ഇപ്പോഴും എനിക്ക് അവൻ്റെ ചെറുപ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ. എങ്ങനെയാ പേഴ്സണലി എങ്ങനെയാ കേശവൻ എങ്ങനെയാ അത് ഏത് ഈ കുഞ്ഞുനാളിലത്തെ ഇതൊക്കെ കാണുമ്പോൾ സംഭവം? ഭയങ്കര വിഷമമാണ്. ആണോ? എല്ലാരും പറയും കുഞ്ഞിലെ നല്ല സുന്ദരനായിരുന്നു, അപമാനിക്കൂടെ? ഇപ്പൊ എന്താ സൗന്ദര്യത്തിന് കുഴപ്പം? വേറൊരു എന്ത് വേണം? സംഭവം എന്തുവാ പറ? കിഡ്നി വേണോ? പിന്നെ മോട്ടിവേഷൻ മോട്ടിവേറ്റ് ചെയ്തപ്പോ നീ മോട്ടിവേഷൻ ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദി ബിഹോൾഡർ. യെസ്, അങ്ങനെയാണ്. കണ്ണാടി വെച്ച് എന്റെ കണ്ണ് വളരെ ശുദ്ധം, അടിപൊളി കണ്ണ്, അതുകൊണ്ട് നിനക്ക് ഭയങ്കര സുന്ദരനാണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞത്. മനസ്സിലായി. അവളുടെ കാഴ്ചപ്പാടിൽ നീ വളരെ സുന്ദരനാണ്. അങ്ങനെ മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ഒപ്പീനിയൻ ഇടുന്നത്, ഓരോ കമന്റ് ഇടുന്നത് മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അതെ, നമ്മളൊരു കമന്റ് ഇടുന്നതിന് മുമ്പ് ആലോചിക്കുക, എനിക്കിത് ഇടാനുള്ള യോഗ്യത ഉണ്ടോ, ഇതെന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണോ ഞാൻ ഇടേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ആൾക്കാരൊരു കമന്റ് ഇട്ടാൽ എന്റെ ഇതിന്റെ മാത്രം അടിയിൽ വരുന്ന കമന്റിന്റെ അല്ലേ ഞാൻ പറയണത്? എല്ലാവരുടെയും അടിയിൽ വരുന്ന ചെറിയ കുട്ടികളുടെ വരെ അടിയിൽ വരുന്ന കമന്റുകൾ. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നേരിട്ട് ആരെങ്കിലും ഈ നെഗറ്റീവ് കമന്റ്സിൽ ഇടുന്ന പോലത്തെ എന്തെങ്കിലും കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയൂലല്ലോ. നേർക്ക് നേരെ ഒന്നും ആരെങ്കിലും പറയൂ. വേറൊരു കാര്യം കേട്ടോ, ഞാനത് പറയാൻ വിട്ടു. ഈ സമ്മ എന്ന് പറഞ്ഞ പുള്ളിയില്ലേ കമന്റ് ഇട്ടത്, ഈ പയ്യനെ വല്ലതും ആയിരിക്കാം. ഇത് എന്നോട് മെസ്സഞ്ചറില് അൽസാബിത്തിന്റെ പേജില് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ്. മോന്റെ അഭിനയം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, മോനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണാനുള്ള അവസരം കിട്ടണം, അങ്ങനെ കുറെ. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, ഞാൻ എല്ലാത്തിനും നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട്. മാന്യമായിട്ട് ചാറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ആ അക്കൗണ്ട് ഞാൻ കയറി നോക്കിയപ്പോൾ ഞാൻ ഇതിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്, റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണെന്ന്. അപ്പൊ പെട്ടെന്ന് ഒന്ന് കയറി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അതിനു വേണ്ടി ഇടുന്നതാണ്. ഒരു സന്തോഷം, ഒരു മനസ്സുഖം. ഇപ്പൊ ഉപ്പും മുളകും ആണെങ്കിലും ഇപ്പം ആദ്യത്തെ ഒരു സീസണിന്റെ ഒരു ഹൈപ്പ് പിന്നീട് ഉള്ള സീസൺസിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആദ്യത്തെ നമ്മുടെ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ എറയാണ്. ആ സാധനം അത് വല്ലാത്തൊരു സംഭവമാണ്. അത് നമ്മൾ തന്നെ ചെയ്തു വെച്ച്, അതെങ്ങനെ ചെയ്തു വെച്ചത് ഞങ്ങക്ക് ചെയ്തു വെച്ചു. അതായത് നമ്മുടെ ആ ഒരു ഫ്ലോയിൽ നമ്മൾ കത്തി. ഉപ്പുമുളക് എന്ന് പറഞ്ഞ് പ്രോഗ്രാമിന്റെ പീക്കായിരുന്നു അത്. ഇനി അതിലേക്ക് എത്തുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ചാൻസ് വളരെ കുറവാണ്. കാരണം ഒന്ന് ഞങ്ങൾ സിറ്റുവേഷൻസ് മാറി, ഞങ്ങള് ചെറിയ പിള്ളേരായിരുന്നു, ഞങ്ങളൊക്കെ വലുതായി. മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും അവരുടേതായ മാറ്റങ്ങളും കാര്യങ്ങളും വന്നു. മാത്രമല്ല നമ്മുടെ അതിനകത്തുള്ള പ്രൊഫഷൻസിന്റെ വ്യത്യാസമൊന്നും എല്ലാവർക്കും. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേർ, അന്ന് ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന കൗണ്ടേഴ്സ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇന്ന് പറയുന്ന സാധനം അന്നും പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ഓവറായിട്ട് ചെറുതായിട്ട് കാണിച്ചു തന്നെ ഇവർ തന്നെ പറയും ഓവറായി, സാധനം ചെറുതായി പോയെന്ന്. ഇപ്പൊ നോർമലായിട്ട് പണ്ട് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പൊ ചെയ്താൽ പറയും ഓവറാണ്. പിന്നെ ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻസ് വന്നു, കുറെ ഡയലോഗ്സ് പറയാൻ പറ്റില്ല. നിന്റെ അച്ഛൻ കുട്ടൻപിള്ള, നിന്റെ അച്ഛൻ ഞാൻ വിളിച്ചത് മാത്രം കട്ട് ചെയ്തായി വിടല്ലേ, നിന്റെ അച്ഛൻ കുട്ടൻപിള്ള, നിന്റെ അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ ഉപ്പുമുളകിന് ഒരു എന്താ പറയണ്ടേ, ഇതിനുള്ളിൽ പറയുന്ന പോലെ റെസ്ട്രിക്ഷൻസ് ഒരുപാട് നിന്നുകൊണ്ടാണ് ഇപ്പോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരില്. അല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഞാൻ പറയില്ല, അതല്ല, നോർമൽ സോഷ്യൽ അവയർനെസ്. അതിന്റെ പേരില് ഒരുപാട് ഓരോരുത്തര് ഇതിന്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വേർഡ് പറഞ്ഞാൽ ആ വേർഡ് എന്തിനു ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും. അപ്പൊ അങ്ങനെ കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ ക്യാൻസൽ ചെയ്യും. നമുക്ക് അങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോഴും അതൊരു വലിയ പ്രശ്നമാണ്.
നമ്മളൊരു ഡയലോഗ് നമ്മളിപ്പം ഇംപ്രൂവൈസ് ചെയ്യുന്നു, ആ സാധനം പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി ലിമിറ്റേഷൻ ചെയ്തിട്ട് ഉപ്പുമുളകിന് പലർക്കും അത് അറിയില്ല. അവര് പറയും ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ വന്നാൽ ഉടനെ അവർ പറയും ചാനലിനെ കുറ്റം പറയും. ചാനലിനെ കുറ്റം പറയും, ചാനലിൽ ആർട്ടിസ്റ്റുകളെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞോളെ ചുരുക്കി എന്ന് പറയും. ലീവ് എടുക്കുന്നതാണ് ആവശ്യമില്ലേ. ഇപ്പൊ ഞാൻ കാശ്മീർ പോയി, ഞാൻ 3 ദിവസം ലീവ് വരും, 3 ദിവസം വേറെ 3 ദിവസം അവിടുത്തെ ലീവ്. നമ്മള് ഇവരെയൊന്നും അടിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ ചാനല്. അവര് വരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ വരിക, ആരോടും വരണ്ടാന്ന് ചാനൽ പറഞ്ഞിട്ടില്ല. അപ്പോ പക്ഷെ ഇപ്പൊ ശിവാനിയെ മാറ്റി നിർത്തി, അല്ലെ പാറുവിനെ മാറ്റി നിർത്തി. പാറു വേറെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം. സൂര്യയിലൊരു സീരിയൽ പഞ്ചവർണ്ണ പക്ഷിയല്ലേ ശിവ. പിന്നെ അവൾക്ക് എക്സാമും പഠിക്കണം എന്നുള്ളതുകൊണ്ട് അവൾക്ക് കൂടുതൽ ടൈം വേണം പഠിക്കാൻ. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരു ഏജും പഠിത്തവും ഒക്കെ ഒരുപോലെയാണ്. CBSE ആണ്, അവൾ CBSE ആണ്, അവൾ കൂടുതൽ പഠിക്കാനുണ്ട്. മാത്രമല്ല അവൾ പറയുന്നത് അവൾക്ക് ഇവനെക്കാട്ടി കുറച്ചുകൂടി ടൈം വേണം പഠിക്കാൻ. എല്ലാവരും ഒരേ ഇതുള്ളവരല്ലല്ലോ, അവൾക്ക് ക്ലാസ്സിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ പോകുന്നു. അതിനിപ്പം നമ്മൾ പറയാൻ പറ്റുമോ, അല്ലെ ഈ ചാനലിൽ നിന്ന് പറയാൻ പറ്റുമോ പോകണ്ടെന്ന്? പക്ഷെ ഈ ഇപ്പൊ ലീവ് അല്ലാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നില്ല. അതൊരു വിള്ളൽ ഉണ്ടാക്കിയോ ശരിക്കും ഈ ഒരു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് കാലം അനുസരിച്ച് മാറണ്ടേ. ഇപ്പം ശ്രീകുമാർ കല്യാണം കഴിച്ചു, കുട്ടുമാമൻ കല്യാണം കഴിച്ചു, അപ്പൊ ഒരു ആളല്ല എന്നും ഒരു ഫാമിലി അങ്ങനെ തന്നെ നിക്കത്തില്ലല്ലോ. വളരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും, അതിൻ്റെതായ ചേഞ്ചസ് അങ്ങനെ ഉണ്ടാവുകൊണ്ട് പോകും, അത്രേ ഉള്ളൂ. അത് കുറച്ചു പേരുടെ മനസ്സിൽ അച്ഛൻ അമ്മ 5 കുട്ടികൾ ഇതേ പാടുള്ളൂ എന്ന് അടിവെച്ച് ഉറച്ചു വിശ്വസിക്കണം. വേറൊരു കാര്യം കൂടെ ആലോചിക്കണം, സീസൺ 1 കണ്ട കാഴ്ചക്കാരല്ല സീസൺ 3 കാണുന്നത്. സീസൺ 1 കണ്ട പലരും ഇപ്പം ജോലി കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നുള്ളവരായിരിക്കും. 18 വയസ്സിൽ കണ്ടൊരു പയ്യൻ അല്ലെ ഒരു മോള്, ഇപ്പൊ അതിന് 28 വയസ്സ്. 28 വയസ്സ്, 10 വർഷം. 28 വയസ്സ്. 18 വയസ്സിലെ മെന്റാലിറ്റി അല്ല മക്കളെ 28 വയസ്സിൽ വരുമ്പോ. ചിലപ്പോൾ ആ പെൺകുട്ടിയാണ് അതിനെ കല്യാണം കഴിച്ചതിന് കുട്ടികളായി കാണും, അല്ലെ അതിന് ജോലിയായി അത് പുറത്ത് എവിടെയെങ്കിലും സെറ്റിൽഡ് ആയിരിക്കും. അല്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്നും പറഞ്ഞോണ്ട് 28 വയസ്സ് എല്ലാരും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? സീരിയസ് ആയിട്ട് കഴിഞ്ഞ തവണ ഞാൻ ഏതോ ഒരു അബദ്ധം പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ 1 മാസമാണ് ഏറെ നിന്നത്. അതുപോലെ പക്ഷെ എനിക്ക് അതിനുള്ള പേടിയൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നവരോടെ കിടന്ന് പറയും, നമ്മള് നമ്മളായിട്ട് ജീവിച്ചാൽ മതി, അല്ലാതെ മറ്റുള്ളവരുടെ ഇതില് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമുഖത്തെ കാണത്തില്ല, കാര്യമുണ്ട് എന്നേ തീർന്നു പോയനെ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ജീവിക്കാൻ പോയി ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും? ഇല്ല. നമ്മൾ ഒരു 80% കറക്റ്റ് ആവുക, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇപ്പം ആരും 100% പെർഫെക്റ്റ് അല്ല, ആണോ? അല്ല. അപ്പൊ നമ്മളൊരു 80% ആവാൻ ശ്രമിക്കുക. എന്താ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത്? പറ, അമ്മയ്ക്ക് അറിയണം, എനിക്കല്ല അമ്മയ്ക്ക് കിട്ടണ്ടേ? ഞാൻ മറ്റേ കൂടുതൽ എനിക്ക് പറയാനില്ല, കിട്ടണ്ടേ? കേശുവിന്റെ ഫാൻസ് ഇളകാൻ പോകുകയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ട് കേശുവിനെ പ്രപ്പോസ് ചെയ്താല് ഞാൻ ഫസ്റ്റ് അവിടെ കറങ്ങി പോകും, ഹാർട്ട് ബീറ്റ് കൂടിയിട്ട്. എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുട്ടിക്കലവറയില്ലേ ഫ്ലവേഴ്സിലെ, കുട്ടിക്കലവറയില് അന്ന് എത്ര വയസ്സാ? 8 വയസ്സും 9 വയസ്സും കണ്ടേ ഉള്ളൂ. ഇത് തുടങ്ങിയ സമയത്ത് 8 വയസ്സാണ്. എന്താണ് ഇയാളുടെ നമ്മുടെ അജയൻ ചേട്ടനില്ലേ, ഗിന്നസ് പക്രു, അജയൻ ചേട്ടൻ ചോദിച്ചു എന്താണ് അൽസാബിത്തെ ഭാവി വധുവിനെ പറ്റിയുള്ള സങ്കല്പം? അത് നീളമുള്ള മുടി വേണം. ഇപ്പോഴത്തെ സങ്കല്പം. അതെ, അത് തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഏറ്റവും അവസാനം കൊണ്ട് ഒറ്റ പറച്ചില്, അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്നതായിരിക്കണം. അപ്പൊ അജയൻ ചേട്ടൻ പറഞ്ഞു കിട്ടിയത് പിന്നെ സുഖിപ്പിച്ച അമ്മയെ കൊണ്ടങ്ങ് വെച്ചു. നമ്മളെ കൊണ്ട് അത്രയൊക്കെയല്ലേ പറ്റൂ. അന്ന് ഇത്ര ഉള്ള ആള്, അത് ആലോചിക്കണം. ആ പ്രായത്തിലാണ് പറയുന്നത്. നല്ല വെളുത്തതായിരിക്കണം. ഞാനിപ്പോഴും ആ എപ്പിസോഡ് നോക്കിയാറ്. പിന്നെ ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള വേറൊരു കാര്യം, ഇവര് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നവരെ കുഞ്ഞായിരിക്കുമ്പോ എല്ലാവരും ഭയങ്കര ലാളന, ഭയങ്കര സ്നേഹമായിരിക്കും. ഇവര് വളരുമ്പോഴത്തേക്ക് ഇവർ അതേ ക്യൂട്ട്നെസ് കാണിക്കുമ്പോ ഓവർ ക്യൂട്ട്നെസ് കാണിക്കുന്നെന്ന് പറയും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ മാറിയപ്പോ എന്നെ തന്തയെന്ന് വിളിക്കണേ. ആലോചിച്ച് നോക്ക്, സിമ്പിൾ ലോജിക്കാണ്, ആലോചിച്ച് നോക്ക്. അതേ ഉള്ളൂ. ഇതേ സ്ഥാനത്ത് ഞാൻ മറ്റേ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓവറടി
ഓ അയ്യോ ഓറ് ശരി അത് മാറി. ഇവൻ ഈ മുടിയൊക്കെ സൈഡ് മൊത്തം അങ്ങോട്ട് എടുത്ത് മാത്രം മുടിയൊക്കെ മുടിയെല്ലാം കളർ ചെയ്ത് ഇവിടെ നിറച്ച് കമ്മലൊക്കെ ഇട്ട് ചാപ്പിരിന്ന് വിളിക്കും ഒറ്റയടി. എന്ന് അവൻ ഒരു ദിവസം ഒരു എപ്പിസോഡിലോട്ട് വരട്ടെ. തീർന്ന് കത്തം പോകയാ. ശരിക്കും അച്ഛൻ കേശു കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നിങ്ങൾ റിയലിലും അങ്ങനെ തന്നെയാണോ? ഏറെക്കുറെ ഓൾമോസ്റ്റ് എങ്ങനെയാ ഭയങ്കര അച്ഛനും മോനും ഭയങ്കര ഡിങ്കാടിങ്ക. അമ്മയോട് ഇഷ്ടമുണ്ട് കാര്യമൊക്കെ. പക്ഷെ നമുക്ക് അച്ഛനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അമ്മയോട് പറയാൻ പറ്റൂ. അല്ല അമ്മയോടുള്ളത് വെച്ചാല് എന്താ കേശു അങ്ങനെ ഒരു ടോക്ക്? ഞാനും അച്ഛനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരുന്ന് റോളും. അച്ഛൻ ഇങ്ങോട്ടും വല്ലതും പറയും, നമ്മള് അങ്ങനെ ഒരു ടോക്ക് ഇങ്ങനെങ്കിലും പറയാം. പക്ഷെ അമ്മയുടെ നമുക്ക് പറയില്ല. അല്ലമ്മ നമ്മുടെ ഇങ്ങനെ പറയാൻ പറ്റും. അമ്മയോട് കുറച്ച് റെസ്പെക്ട് ഉണ്ട്. അല്ല അച്ഛനോട് റെസ്പെക്ട് ഇല്ലെന്നാ. അച്ഛനോട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ പോലും അച്ഛനൊരു കൂട്ടുകാരനെ പോലെയാണ്. അത് ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛനോട് എന്ത് വേണമെങ്കിലും, അതായത് എന്തും എന്നുള്ളതല്ല, ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ഒരു അച്ഛനോടൊരു അകൽച്ച ഇല്ലാത്ത രീതിയിലാണ് ഇയാള് സംസാരിക്കും. എന്ന് വെച്ചാൽ അമ്മയോട് അകൽച്ച ഉണ്ടെന്നല്ല. അമ്മയുടെ അകൽച്ച എന്ന് വെച്ചാല് വിത്ത് റെസ്പെക്ട്. റെസ്ട്രിക്ഷൻസ് ഉണ്ട് അമ്മയടുത്ത്. പിന്നെ അമ്മയോട് അമ്മ ഒന്നാമത് ഒരിത്തിരി നിശ്ചയിച്ച് ഒരിത്തിരി ഗൗരവം ഉണ്ട്. അപ്പോൾ കാരണം ചേച്ചി 2 പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തി നല്ല ഇതായത്. അപ്പൊ ആ ഒരു, അതായത് എന്ത് ചെറിയ മൈന്യൂട്ട് എന്തെങ്കിലും കണ്ടാലും ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കും വരട്ടും. അപ്പൊ അതുകൊണ്ട് അമ്മയോടൊരു ആ ഒരു റെസ്പെക്ട്, ഒരു പേടിയും ഒരു ഡിസ്റ്റൻസ് ചെറിയൊരു ഇതുണ്ട്. ഇതുപോലെ മുടിയൻ ചേട്ടൻ, നിങ്ങളുടെ കൊമ്പോയും ഈ പറഞ്ഞ പോലെ മുടിയൻ ചേട്ടൻ ഞാൻ അച്ഛൻ 3 ഏറെക്കുറെ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു ടീമാണ്. നമുക്ക് മുടിയനെ വിളിച്ചാലോ? മുടിയനെ വിളിച്ചൊരു പ്രാങ്ക് കൊടുത്താലോ? പ്രാങ്ക് എന്റെ വീട്ടിന്റെ അഡ്രസ് ഉറക്കത്തിലാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ വേറെ വല്ല സാഹചര്യത്തിലും ആണെങ്കിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ മുടിയനെ സംബന്ധിച്ചിടത്തോളം എപ്പോ വേണമെങ്കിലും അവന് ഉറങ്ങും, എപ്പോ വേണമെങ്കിലും ഉണർന്നിരിക്കും. നട്ടുച്ചക്കെ കിടന്നുറങ്ങുന്ന ചില സമയം നല്ല ഉറങ്ങും. അളിയ വെളുപ്പിനെയായി 2 മണിയാ ഉച്ചക്ക്. നിങ്ങളൊക്കെ ശരിക്കും ഈ പറഞ്ഞ വൺ ഹാപ്പി ഫാമിലി തന്നെ ആയിരിക്കും അല്ലേ എപ്പോഴും? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. അളിയ എന്ത് പരിപാടി? വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കണ? ഓ ഞാൻ ഇവിടെ നമ്മുടെ പാറുവിന്റെ അച്ഛനെ കാണാൻ വന്ന. ഏത് പാറു? അവളുടെ അച്ഛനില്ലടാ, സ്ട്രോക്ക് ആയിട്ട് കിടപ്പിലാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ ഇവിടെ അടുത്തുണ്ട് ലേക്ക് ഷോർ. തന്നെ പോലെ ഒരു മുടിവെച്ച ഒരു പുള്ളിയെ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു പലരും. അപ്പൊ താൻ തന്നെ അവളെ കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ഞാനാ? അല്ല, ലേക്ക് ഷോറിൽ. പിന്നെ എനിക്ക് അവിടെ ചായ വിൽക്കണ പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വന്നിരിക്കണേ. അച്ചി ഞാൻ ഇവിടെ സൈഡിൽ ഇരിക്കണേ. ഏത് ഫ്ലോറില്? കൂട്ടുകാർ ഒരാളുണ്ട്. അവരാ വിളിച്ചു പറഞ്ഞേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഞാൻ ഇപ്പൊ താഴോട്ട് നടന്നുകൊണ്ടിരിക്കണം, അങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കണം. ആരൊക്കെ ഉണ്ടോ കൂടെ? ആരൊക്കെ ഉണ്ടോ? ഇങ്ങോട്ട് വരാന്ന്. ഇല്ല കേശു ആരുടെ ഇപ്പൊ പറഞ്ഞത്? നീ ഇവിടെ ഇല്ലേ? ഞാൻ അവിടെ ഒന്നും ഇല്ലേ. ഞാൻ ഒരാളുടെ കൊടുക്കാം. ഞാൻ ഫ്രണ്ടാ, ഞാൻ കൊടുക്കാം. എടി വേണ്ട, ഇത് മറ്റേ മുടിയൻ പറഞ്ഞില്ലേ, കണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ ഹലോ മുടിയൻ ചേട്ടാ, ഞാൻ മുടിയൻ ചേട്ടന്റെ ഭയങ്കര ഫാനാ. കേശുവിന്റെ ഫ്രണ്ടാ ഞാൻ. ഓക്കേ, കൊള്ളാലോ. ഫ്രണ്ടിന്റെ പേരെന്താ? ഫ്രണ്ടിന്റെ പേര് 18 വയസ്സിന് താഴെയാണ്, അണ്ടറേജ് ആണ്. അവൻ പല വിട്ടിത്തരം പറയും. മക്കള് താൻ ഖേദിക്കുന്നത് ഹലോ മനസ്സിലായോ? ഞങ്ങള് മുടിയൻ ചേട്ടനെ കാണാൻ അങ്ങോട്ട് വരട്ടെ? ഇവിടെ ഉണ്ടോ? പക്ഷേ നിങ്ങള് ഇവിടെ എന്ത് നിങ്ങൾ എവിടേക്ക് മനസ്സിലായില്ല? ഞങ്ങൾ വെറുതെ ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. കളവറിക്ക് ഇറങ്ങിയതാ സാറേ, കർഷകനല്ലേ. ഇവിടെ ഈ ഏരിയ തന്നെ ഉണ്ടാ? ഇവിടെ ലേക്ക് ഷോർ. അതെന്ത് ഇവിടെ? അവന്റെ വീട് ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? അത് കേശു പറഞ്ഞു ഇതുവഴി പോവാം, ഇവിടെ അടുത്ത് അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാ. കേശു ഇങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് വാടേ. ആക്ച്വലി ഞങ്ങള് 1 2 ടോക്സിന്റെ ഇന്റർവ്യൂലാണുള്ളത്.
എനിക്ക് ഞാൻ ഋഷി നിനക്ക് തോന്നുന്നുണ്ടോടാ ഇവനൊരു പെണ്ണിനെ വളച്ചോണ്ട് വിളിക്കുവാ അങ്ങോട്ട് കറങ്ങാൻ പോന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചൂടെ ഇതെന്തോ ട്രാപ്പാണെന്ന്. എന്തോ ഇതിനകത്ത് എന്ത് ട്രാപ്പ്? അവൻ ട്രാപ്പിലായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അവൻ ട്രാപ്പിലെ ഇതിപ്പോ ഞാനല്ല അവൻ ട്രാപ്പിലായെന്ന് പക്ഷെ അവൻ അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഇങ്ങനെ പറയുന്ന ഒരു അമ്മ. വിചാരിച്ചിട്ടാണത്. അതേടാ ഓ അതെ. ഇന്റർവ്യൂ ലൈവാണ്, ലൈവ് ഓൺ റെക്കോർഡാണ് ഋഷി ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് ഞങ്ങളുടെ അടുത്ത്. ഓക്കെ, ഇത് ഏതിന്റെയാണ് സംഭവം? 12 Talks എന്നാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര്. ശരത്തിന്റെ ആണ്. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. എന്തായാലും വിളിച്ച സ്ഥിതിക്ക് കേശുവിനെ പറ്റി 2 വാക്ക് പറഞ്ഞിട്ട് പോകും. അളയാ തെണ്ടി പട്ടി. കേശു കേശു ശരിക്കും ഞാൻ സീരിയസ്ലി ചോദിക്കട്ടെ, കേശു അനാവശ്യമായിട്ടുള്ള കാര്യം ചോദിക്കണടാ, എന്ത് പറയണം? യേശു മുത്താണ്, യേശു ചക്കരയാണ്. അളയാ ചക്കര തേന് പാല് ഇത്രയും സൽസ്വഭാവ ഒരു പയ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. കേശു എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് മൊത്തത്തിൽ. നമുക്ക് ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റില്ല. സി കേശു അതെ അളിയാ, എല്ലായിടത്തും ഉണ്ട് അവൻ. എല്ലായിടത്തും കുമ്പിടിയാ എല്ലായിടത്തും ഉണ്ട്. ഒറ്റയായിട്ട് അളിയ ഹണിമൂൺ പോയപ്പോ ഞാൻ പോയിട്ടില്ല. അമ്മച്ചിയാണ് ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ല. ആ സീരിയസ് ആയിട്ട് പറയാൻ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞത്. അത് എല്ലാവർക്കും അറിയാം. അവന്റെ സംഭവങ്ങളും അതിന്റെ വളർച്ചയും അതെല്ലാം നോക്കണത്. അത്രേ ഉള്ളൂ. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. അത്രേ ഉള്ളൂ. എന്നാലും ശരിക്കും കേശു ഒരു പെൺകുട്ടീനെ കൂട്ടി ഒരു ഔട്ടിങ്ങിന് പോയി എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചിരുന്നോ? ഞാൻ വിശ്വസിച്ചു. ഇല്ല, ഞാൻ വിശ്വസിച്ചെന്ന് വെച്ചാൽ ഫ്രണ്ട് ഉണ്ടെന്ന് അറിയാം. പക്ഷെ എനിക്ക് സ്ഥലം കിട്ടുന്നില്ല. ഇപ്പൊ സ്കൂളിൽ പഠിക്കണ അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഈ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണത്. അപ്പൊ ഫ്രണ്ട് എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ സ്ഥലം ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോ കോൾ കണക്റ്റഡ് ആണ്, എന്നെ അങ്ങനെയൊക്കെ പറ്റിക്കണമെന്ന് തോന്നി. പിന്നെ ലാസ്റ്റ് പറഞ്ഞ് ഇവിടെ അടുത്തെന്ന് പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയി. ചിന്തിച്ചു ഞാൻ. ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പൊട്ടിച്ചത്. ഇതിനെ വിളിക്കണം. എനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പൊട്ടിക്കായി. അതുകൊണ്ട് റിസൾട്ട് ഞാൻ ആലോചിച്ചില്ല. ഇങ്ങനെ ചിന്തിച്ചൊന്ന് പ്രോസസ് ആയിരുന്നു. അപ്പൊ നേരിട്ടും കൂടി ഞാൻ എന്തെങ്കിലും നേരിട്ടും കൂടി കണ്ടെല്ലാം ചോദിക്കാന്ന് വിചാരിച്ചു. അതൊക്കെ വിളിച്ചു വരുത്താൻ നോക്കിയേ. അത് വാഴക്കാലം ലേക്ഷോർ വരെ. അതെ, വാഴക്കാലം ലേക്ഷോർ വരെ. എന്തായാലും വിശ്വസിച്ച് ഞങ്ങളുടെ പ്രാങ്കിന് സഹകരിച്ചതിന് നന്ദി. അങ്ങനെ നമ്മള് മുടിയൻ ചേട്ടനെ പ്രാങ്ക് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും നമ്മള് ചീറ്റി പോയില്ലല്ലേ? അല്ല, മുടിയൻ ചേട്ടനാണ് അത്ര വലിയ ബുദ്ധിയൊന്നും പ്രയോഗിക്കില്ലെന്ന് എനിക്കറിയാം. മുടിയൻ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോ അവൻ ആലോചിച്ചു. കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ല, മുടിയന്റെ സ്ഥാനത്ത് ഇപ്പൊ ശിവാനി ആയിരുന്നെങ്കിൽ സത്യം പറയടാ, ഏത് ഫ്രണ്ട്, എങ്ങനെ ഫ്രണ്ട്, നിന്റെ അമ്മ അറിയാൻ നീ എങ്ങനെ വന്നു, അവളെ ക്രോസ് വിസ്താരം നടത്തും, പെട്ടെന്ന് പിടിക്കും അവള്. ഞാൻ കള്ളം പറഞ്ഞു, സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ചകഞ്ഞ് പൊടി വെട്ടി വാരി കറക്റ്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് നോക്കുള്ളൂ. ഞാൻ ഇങ്ങനെ എന്തിനായിരുന്നു നീ ഇപ്പൊ പറഞ്ഞത്? അമ്മയ്ക്ക് കേശു തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ട് അമ്മ ഓർത്ത് കാര്യം അല്ല, അങ്ങനല്ല. ഇപ്പൊ മെറ്റീരിയലൈസ് ആവണം എന്നില്ല. അമ്മയ്ക്ക് എന്താണ് കേശു തന്നിട്ടുള്ളതിൽ ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ടതായിട്ടുള്ളത്? ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയാന് 10th മാർക്ക് തന്നെയാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും, അതായത് അവന് ICC ആയിരുന്നു 10th ക്ലാസ് വരെ, 10th വരെ. അപ്പം ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം. ട്യൂഷന് പോകാൻ പറ്റില്ല, സ്കൂളിലും അറ്റൻഡ് ചെയ്യുന്നില്ല. ആകെ 10th വളരെ വിരലിലെണ്ണാവുന്നു. 10 ദിവസം തയ്ച്ചു പോയിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ എക്സാമും എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഫൈനലിൻ്റെ സമയത്ത് നല്ല ഷൂട്ടുമായിരുന്നു, തിരക്കായിരുന്നു, പോകാൻ പറ്റിയിട്ടില്ല. പുള്ളിക്ക് ഇരുന്ന് പഠിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ ആകെ നൈറ്റുള്ള പഠിത്തമുള്ളത്. അപ്പോൾ എൻ്റെ കണക്കിലൊരു 65% മേലിൽ തല്ലിക്കൊന്നാലും ഇവൻ പോകത്തില്ലെന്നാണ്. 65% അപ്പുറത്ത് കിട്ടില്ല. നമുക്ക് വേറൊരു പ്രശ്നമുണ്ട്. നമ്മള് ബാക്ക് ബെഞ്ചറും അല്ല ഫ്രണ്ട് ബെഞ്ചറും അല്ല, മിഡിൽ ബെഞ്ചർ ആണല്ലോ. അതുകൊണ്ട് ആദ്യമേ പഠിക്കത്തുമില്ല, അവസാനവും പഠിക്കത്തില്ല. ലാസ്റ്റ് ഒരു മാസം ഈ ബാക്കിയുള്ളവർ ഭയങ്കര കഷ്ടപ്പെടും. അതായത് ടെസ്റ്റ് മാർക്ക് 30 മാർക്കിന്റെ ടെസ്റ്റിനൊക്കെ ഫുൾ മാർക്ക് മേടിക്കണം.
പിന്നെ 50 മാർക്കിന്റെ എക്സാം മറ്റേ മോഡൽ ഉൾപ്പെടെ എല്ലാവരും ഫുള്ള് മേടിക്കാൻ എനിക്ക് എല്ലാവരുടെയും ചിന്ത. നമ്മൾ അതിലൊക്കെ പഠിക്കാതെ എത്ര എഴുതാൻ പറ്റും? ശരി, എന്നാൽ ജസ്റ്റ് 2-3 തവണ വായിച്ചിട്ട് പോയാൽ എത്ര എഴുതാൻ പറ്റും? ഇപ്പോൾ ചെക്ക് ചെയ്യും, ഇത്ര എഴുതാൻ പറ്റും. ശരി, എന്നാൽ ആ കാര്യമായിട്ട് പഠിച്ചിട്ട് പോകാന്ന് പറയായിരിക്കും ഏറ്റവും ഫൈനലിൽ പോണത്. ഒരു തവണയെ പണിയെടുക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും, അതായത് നമ്മളെ അറിയുന്നവരല്ല, ഇപ്പം നമ്മുടെ റിലേഷനിൽ മാത്രമല്ല, റിലേറ്റീവ്സിന് മാത്രമല്ല, നെയ്ബേഴ്സ് ആയാലും അങ്ങനെ നമ്മളെ അറിയുന്ന എല്ലാ വ്യക്തികളും, പേഴ്സണലായാലും പേഴ്സണൽ അല്ലാതായാലും അറിയുന്ന എല്ലാ വ്യക്തികളും പറഞ്ഞിരുന്നു കൊച്ചിനെ സിനിമാ ഫീൽഡിൽ കൊണ്ടുപോയി നശിപ്പിച്ച് അവൻ്റെ എഡ്യൂക്കേഷൻ കളയുകയാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കളയല്ലേ എന്ന് പലരും ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഞാനാണ് പഠിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഒരു 65 അപ്പുറത്തേക്ക്, പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു 80% കിട്ടണേന്ന്. എനിക്ക് 10th 81 ആയിരുന്നു. ഞാൻ 81 മേടിച്ചു. അവൻ ടാലി ചെയ്തു. ഞാൻ കേരളയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ICSE അയാൾ 81% മാർക്ക് വാങ്ങിച്ചു. ഞാനും മാർക്ക് ഇട്ടിട്ട് 5-6 നോക്കി. സിലബസിൽ 81% എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ തന്നെ പിന്നെ മാർക്സ് എടുത്ത് വെച്ച് ടോട്ടൽ ചെയ്ത് നോക്കി. ടീച്ചറിനെ വിളിച്ച് ചോദിച്ചു ശരിയാണോ അങ്ങനെയാണ്. പിന്നെ പ്രിൻസിപ്പലിനെ വിളിച്ചു ഇത് ഹാപ്പിയാണോ? ഹാപ്പി എന്ന് പറഞ്ഞാൽ പോരാ മാം, അത്രയ്ക്ക് ഹാപ്പിയാണെന്ന് പറഞ്ഞു. അവൻ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അവനെ പ്രസവിച്ച് ഞാൻ കാണുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് ചോദിച്ചാൽ അത് തന്നെ. അവനെ പ്രസവിച്ച് ഞാൻ കണ്ട നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അത് കഴിഞ്ഞ് അവനെനിക്ക് തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അവനാണ് വീടൊക്കെ തിരിച്ചു പിടിച്ചത്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് സന്തോഷം ഒരു അഭിമാനമായിരുന്നു. അതായത് അവൻ നശിച്ചു പോയില്ലല്ലോ എന്ന്, ആ എഡ്യൂക്കേഷൻ നഷ്ടമായില്ലല്ലോ, നാശമായി, ഞാൻ വളർത്തിയിട്ട് നാശമായി പോയില്ലല്ലോ. അങ്ങനെ ഒരുപാട് കേൾക്കേണ്ട വേറൊരു പ്രശ്നമുണ്ട്, ആകും എന്ന് പലരും പല ആൾക്കാരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാരും ഈ മാർക്കിലാണ് പിള്ളേരുടെ കാര്യം. എല്ലാം മാർക്ക്. ചില പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കും, എടാ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കൊക്കെ? കൊള്ളായിരുന്നല്ലോ, മാർക്കിലാണല്ലോ എല്ലാം. തേങ്ങ. എന്നിട്ട് മാർക്ക്, ഞാനിത് പറയുന്ന പലർക്കും പിടിക്കൂലെന്നറിയാം, പക്ഷെ ഞാൻ പിള്ളേരുടെ POV ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ചോദിച്ചു നോക്കി അവർ തന്നെ പറയും. ചിലപ്പം ചിലവർ പറയില്ല, അത് വേറെ. ഭയങ്കര മാർക്ക് ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതാനാണ് മാർക്ക്. അത് എഴുതി കിട്ടുന്നതാണ് മാർക്ക്. പക്ഷെ ഇപ്പം പിള്ളേർ എഴുതുന്നത്, ഇപ്പം ഞാൻ ഉൾപ്പെടെ ചില സമയം നമ്മൾ എഴുതുന്നത് മാർക്കിന് വേണ്ടി. മാർക്ക് കിട്ടിയാലേ സൊസൈറ്റിയിൽ വിലയുള്ളൂ. അങ്ങനെയാണോ? ഒരാൾ സംസാരിക്കുന്ന രീതി, ഒരാൾ ഇടപഴകുന്ന രീതി, തന്ത വൈബ് എന്ന് പറയുന്നതിന് കുറ്റമുണ്ടോ? അവൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ഗ്രഹിച്ചു നോക്കി, അത് മനസ്സിലാക്കാൻ അത് വേറെ. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇത്രയും ഇതിനെന്നെ എനിക്ക് ആ പേരിട്ട് വിളിക്കണേ, ഇതിനെന്നെ എനിക്ക് ആ പേരിട്ട് വിളിക്കണേ. പഠിപ്പിച്ചെന്നേ. എനിക്ക് ഇത്രയും ഏജ് ആയിട്ട് എനിക്ക് മെച്യൂരിറ്റി ഇല്ലെന്നാ എല്ലാവരും പറയുന്നേ. ഞാനിപ്പോ അത് കുറ്റം പറയാനും പറ്റൂലല്ലോ ദൈവമേ. അതെ, കുറച്ച് എന്താ ഉപദേശം കേശു എനിക്ക് നൽകുന്ന ഉപദേശം. ഞാൻ അല്ലാതെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഉപദേശം. കേശുന്റെ ഇതുവരെയുള്ള ഈ ലൈഫില് ഏറ്റവും ബെസ്റ്റ് ഓർത്തിരിക്കുന്ന ഒരു ഹാപ്പി മൊമെന്റ് അല്ലെങ്കിൽ ആക്ടിങ് കരിയറിലെ ഹാപ്പി മൊമെന്റ് ഏതായിരിക്കും? സത്യൻ സാറിന്റെയും ശ്രീനിവാസൻ ചേട്ടന്റെയും ഫാദിക്കയുടെയും കൂടെ. ഭയങ്കര മനസ്സാണ് നിന്റെ. ഞാൻ സെയിം ആലോചിച്ചുള്ളൂ. നിങ്ങൾ ഭയങ്കര ടെലിപ്പതി വർക്കാവുന്ന സത്യം. ഞാൻ പ്രകാശൻ അവാർഡ് കിട്ടിയാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ മനസ്സിൽ ഓർക്കും. പക്ഷെ ഇവനതായിരിക്കുമോ എന്ന് ഞാൻ മനസ്സിൽ ഓർക്കും. കറക്റ്റ് അവനത് അല്ല, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര. അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് വന്നപ്പോഴായാലും നമ്മുടെ അച്ഛനായാലും നമ്മുടെ അമ്മയായാലും നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാവരും ഡേ അത്രയും വലിയ ക്രൂവിൻ്റെ കൂടെ, അത്രയും വലിയ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ സംഭവം ഒന്ന് എന്താ പറയുന്നത്, കൂളായിട്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. കേശുവിന്റെ ഈ ഒരു ഇത്രയും ഇവിടെ വരെ എത്തി നിൽക്കുന്ന ഈ ഒരു ജേർണിയില് എത്രത്തോളം സംതൃപ്തിയാണ്? അതൊരു വല്ലാത്ത ക്വസ്റ്റ്യൻ ആണല്ലോ. 101% സംതൃപ്തിയാണ്, ഹാപ്പിയാണ്. ഇതുവരെ
17 ഇയേഴ്സിൽ അവന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് ഈ പറയുന്ന എനിക്കൊക്കെ നീ അങ്ങ് പോവരുത്, ഞാൻ പറയാണ്. ചാമ്പിക്കോ ഫാനുണ്ട്. അല്ല, എനിക്കൊക്കെ ഭയങ്കര റെസ്പെക്ട് അല്ലെങ്കിൽ ഭയങ്കര ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. വന്ന് കേറിയ വാക്കിനിടെ എന്തിനേ ചോദിച്ചിട്ട് വന്ന് അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ തോന്നാം? എന്ന് വെച്ചാൽ ഇത്ര ഈ ഒരു ഏജില് എല്ലാ കുട്ടികളും കളിച്ചു നടക്കുന്ന അമ്മ ആ ഒരു കമന്റ് തന്നെയാണ് അതിന്റെ എല്ലാത്തിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ കളിച്ചു നടക്കുന്ന ആ ഒരു ഏജില് അമ്മയ്ക്ക് താങ്ങായി നിന്ന ഒരു, അല്ലേ? താങ്ങായി തണലായി പാട്ട് പാടത്തെ എല്ലാം കൂടെ തന്നെ മരമാക്കണോ എനിക്ക് അടുത്തത് അതിന് ഞാനെപ്പോഴും ഇവൻ മെച്യൂർ ആയി എന്ന് എനിക്കൊരു വരുന്നത് സ്റ്റേജുകളിൽ പോകുമ്പോൾ, ഓരോ പ്രോഗ്രാമുകളുടെ സ്റ്റേജുകളിൽ പോകുമ്പോൾ നമ്മൾ സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് ഇപ്പം മിനിസ്റ്റേഴ്സ് ആയിരിക്കും, ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആയിരിക്കും, അങ്ങനെയുള്ള അവിടെ എടുക്കണം. ഡോറ് തുറന്ന് സൗണ്ട് കേട്ട നൂഞ്ഞു. എന്നാ പിന്നെ നമുക്ക് പോവാന്ന് പുറത്തു പോവാം. അങ്ങനെയുള്ളവരുമായിട്ടൊക്കെയാണ്, അതായത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ നന്നായിട്ടുള്ളവരൊപ്പമാണ് ഇയാൾ സ്റ്റേജ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവരോടിരുന്ന് വളരെ കൂളായിട്ട് സംസാരിക്കും. ഇപ്പം ഈ പറയുന്ന ഞാൻ പോലും ഒരു മന്ത്രിയെ കണ്ട സാർ നമുക്കൊരു ലേശം ഒരു ഷിവറിങ് ഉണ്ടാവും, അല്ലേ? അതെ. അത്ര പെട്ടെന്ന് ചാടി കയറി നമുക്കൊരാളോട് സംസാരിക്കാൻ പറ്റില്ല സാധാരണ. പക്ഷേ അൽസാബിത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കും, ഇറങ്ങി വരുമ്പോൾ നീ എന്തുകൂടെ സംസാരിച്ചു, മക്കൾ എന്തോടെ സംസാരിച്ചു? ഓ ഞങ്ങൾ പഴയ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എൻ്റെ ഐശുവിനെ പരിചയപ്പെടണം. ഐശു ഇടയ്ക്ക് വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഐശു ആണ്. 4 മാസമായിട്ട് ഞങ്ങളോടൊപ്പം എത്തിയതാണ്. 2 വർഷമായി, ഒരു അഹങ്കാരം ഇല്ല, 2 വയസ്സായി, അലമ്പേ ഇല്ല. ഞങ്ങളുടെ ട്രാവലിലെല്ലാം ഞങ്ങളുടെ ഐശുകുട്ടി ഉണ്ടായിരിക്കും. അപ്പോ എന്തായാലും നമ്മൾ കുറേ നേരമായി തോന്നുന്നു അല്ലെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? പിന്നെ അല്ലേ? ഓക്കെ. ടാറ്റാ.